എപ്പോഴും ക്ഷീണമാണോ? കാരണങ്ങൾ ഇതാവാം. സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിനിടയിൽ ഇടയ്ക്ക് അല്പനേരത്തേക്ക് ശ്വാസം നിലച്ചുപോകുന്ന അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ. ഇത് ഉറക്കത്തിന്റെ നിലവാരം കുറയ്ക്കുകയും ക്ഷീണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഉറക്കെയുള്ള കൂർക്കമ്പലി, ഇടയ്ക്ക് നിലയ്ക്കുന്ന ശ്വാസം, ശ്വാസം മുട്ടുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ എന്നിവയെല്ലാം സ്ലീപ്പ് അപ്നിയ ലക്ഷണങ്ങളാണ്. വിളർച്ച, ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്തകോശങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് വിളർച്ച. ഇത് അമിതമായ ക്ഷീണത്തിലേക്ക് നയിക്കാം. അയണിന്റെയോ വൈറ്റമിൻ B12ന്റെയോ അഭാവമാണ് വിളർച്ചയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ. ഒരു രക്തപരിശോധനയിലൂടെ ഈ പോഷണങ്ങളുടെ അഭാവം കണ്ടെത്തി ഭക്ഷണക്രമത്തിലൂടെയോ സപ്ലിമെന്റുകൾ വഴിയോ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. തൈറോയ്ഡ് പ്രശ്നം, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് നമ്മുടെ ചയാപചയത്തെ നിയന്ത്രിക്കുന്നത്. തൈറോയ്ഡ് ആവശ്യത്തിന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയായ ഹൈപ്പോതൈറോയിഡിസം ചയാപചയത്തെ മെല്ലെയാക്കാം. ഇത് ക്ഷീണത്തിന് കാരണമാകും. തൈറോയ്ഡ് അമിതമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതൈറോയിഡിസവും ചയാപചയത്തെ വർദ്ധിപ്പിച്ച് ക്ഷീണത്തിലേക്ക് നയിക്കാം. തൈറോയ്ഡ് പ്രശ്നങ്ങളും പരിശോധനയിലൂടെ കണ്ടെത്തി ആവശ്യമായ ചികിത്സ തേടാവുന്നതാണ്. പ്രമേഹം, ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ഉൽപ്പാദിപ്പിച്ച ഇൻസുലിനെ ശരിയായി പ്രയോജനപ്പെടുത്താനാവാതെ വരികയോ ചെയ്യുന്നത് പ്രമേഹത്തിലേക്ക് നയിക്കുന്നു. ഇത് രക്തത്തിൽ അമിതമായ തോതിൽ ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കാൻ കാരണമാകുന്നു. ഗ്ലൂക്കോസിനെ ശരീരം ഊർജമാക്കി മാറ്റാത്തതിനാൽ ക്ഷീണവും അനുഭവപ്പെടാം. ജീവിതശൈലി കൊണ്ടുള്ള പ്രശ്നങ്ങൾ, നിർജ്ജലീകരണം ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. മോശം ഭക്ഷണക്രമമാണ് മറ്റൊരു കാരണം. മധുരവും സംസ്കരിച്ച ഭക്ഷണങ്ങളും അനാരോഗ്യകരമായ കൊഴുപ്പും ചേർന്ന ഭക്ഷണക്രമം ശരീരത്തിന് എപ്പോഴും ക്ഷീണമുണ്ടാക്കും. ഇതിനു പകരം പഴങ്ങളും പച്ചക്കറികളും ഹോൾ ഗ്രെയിനുകളും ആരോഗ്യകരമായ കൊഴുപ്പും ചേരുന്ന സന്തുലിതമായ ഭക്ഷണക്രമം തിരഞ്ഞെടുക്കേണ്ടതാണ്. തുടർച്ചയായി എപ്പോഴും ക്ഷീണം തോന്നുന്നവർ ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തി അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടതാണ്.